വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പോയി കാണണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൽ 3 മാർക്ക് അതുപോലെ തന്നെ 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 മാർക്ക് അതുപോലെ തന്നെ 5 മാർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സോഷ്യോളജിയിലെ 3 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 5 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെയും അതുപോലെ തന്നെ 5 മാർക്കിന്റെയും ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസറും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡിസ്ക്രൈബ് ഹൗ സോഷ്യോളജി ആസ് എ സബ്ജക്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിസ്റ്ററി. അപ്പൊ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും ഹിസ്റ്ററിയും ഒക്കെ. അപ്പം എങ്ങനെയാണ് ഈ സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ 3 പോയിന്റ് എങ്കിലും നിർബന്ധമായും എഴുതിയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നമുക്ക് നോക്കാം. ആൻസറിന്റെ കീ പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യോളജി കൺസേൺ വിത്ത് കണ്ടംപററി സൊസൈറ്റി. അപ്പൊ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്നത് കണ്ടംപററി സൊസൈറ്റിനെ കുറിച്ച്, സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. പക്ഷേ ഹിസ്റ്ററിയോ? ഹിസ്റ്ററി കൺസേൺ വിത്ത് സ്പെസിഫിക് സൊസൈറ്റി. സോഷ്യോളജി കണ്ടംപററി സൊസൈറ്റി ആണെങ്കിൽ ഹിസ്റ്ററി എന്താണ്? സ്പെസിഫിക് സൊസൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. പാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കും, അതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തില് സോഷ്യോളജി എന്ന് പറയുന്നത് കണ്ടംപററി സൊസൈറ്റിനെ കുറിച്ചുള്ള പഠനമാണെന്നും ഹിസ്റ്ററി എന്നത് സ്പെസിഫിക് സൊസൈറ്റിനെ കുറിച്ചുള്ള പ്രീവിയസ് അതായത് പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ അതായിരിക്കണം നിങ്ങളുടെ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഹിസ്റ്റോറിയൻസ് റെയർലി ജനറലൈസ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി. സോഷ്യോളജിസ്റ്റ് ജനറലൈസസ്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ഈ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചിട്ട്, നമ്മുടെ മനുഷ്യരുള്ള ഈ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ട് എന്താ റെയർലി ആണ്, എന്താ വളരെ കുറഞ്ഞു മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ജനറലൈസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹിസ്റ്റോറിയൻസ് റെയർലി മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ ജനറലൈസ് ചെയ്യുന്നത്. എന്നാൽ സോഷ്യോളജിസ്റ്റ് എപ്പോഴും ജനറലൈസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ്. സെക്കൻഡ് പോയിന്റ് ഇതാണ്. ഹിസ്റ്റോറിയൻസ് കൺസേൺ വിത്ത് പാസ്റ്റ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ, പാസ്റ്റ് ആണ്. എന്നാൽ സോഷ്യോളജി കൺസേൺ വിത്ത് പ്രസന്റ്. ഇന്ന് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. സോഷ്യോളജി ഈസ് കമ്പാരിറ്റീവ്, ഒബ്സർവേഷണൽ ആൻഡ് ജനറലൈസിംഗ് സയൻസ്. അപ്പൊ നമ്മുടെ സോഷ്യോളജി കമ്പാരിറ്റീവ് ആണ്, ഒബ്സർവേഷണൽ ആൻഡ് ജനറലൈസ് സയൻസിനെ ജനറലൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹിസ്റ്ററി ബേസ്ഡ് ഓൺ അനലൈസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. അപ്പൊ നമ്മൾ ഈ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് നമുക്ക് ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്നാൽ സോഷ്യോളജി ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതില് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഒരു 3 പോയിന്റെങ്കിലും എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് കേസ് സ്റ്റഡി ആസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പം നിങ്ങൾ എന്താണ് കേസ് സ്റ്റഡി എന്നുള്ള കാര്യം ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്.
ആ ഒരു കേസ്, എന്ത് കേസ് ആയിക്കോട്ടെ, അതിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കേസ് സ്റ്റഡി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ കുറിച്ച് പഠിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം ഇതില് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേസ് സ്റ്റഡി ആസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഒരു ഡാറ്റ കളക്ഷൻ എന്നുള്ള രീതിയിൽ കേസ് സ്റ്റഡിയെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലോ? ക്വസ്റ്റ്യൻ എന്താണ്? ക്ലിയർ ആയല്ലോ? നമുക്ക് നോക്കാം. Case study is a method of studying social phenomena through the analysis of individual case. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്? ഒരു സോഷ്യൽ ഫിനോമിനയാണ്. ത്രൂ ദ അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ കേസ്. അത് ഇൻഡിവിജ്വലിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അത് എഴുതണം. ക്ലിയർ? Then all data relevant to the case are gathered and organized in terms of the case. അപ്പോൾ നമ്മൾ ആ എന്താണോ കേസ്, ഏത് വ്യക്തിയെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ ആയിരിക്കും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ all data relevant to the case and gathered and organized in terms of the case. Clear? Third point, it gives a unitary character data being studied by interrelating a variety of facts to a single case. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ കേസ് ആണ് പഠിക്കുന്നത് അല്ലെ? ഒരു എന്തെങ്കിലും ഒരു വ്യക്തി, എന്തെങ്കിലും ഒരു സംഭവം, അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ഫാക്ട്സുകൾ, വെറൈറ്റി ഫാക്ട്സുകൾ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് നേടാൻ വേണ്ടിയിട്ട്, കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ കേസ് സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റ, വെറൈറ്റി ഫാക്ട്സുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ കേസ് സ്റ്റഡി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണിത് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം റെലവന്റ് ആണ് എന്നുള്ള കാര്യം കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പൊ നമ്മള് ഇവിടെ ക്ലാസ് എന്താന്ന് പഠിക്കണം, കാസ്റ്റ് എന്താന്ന് പഠിക്കണം. അപ്പൊ 2 ടേം ആണല്ലേ, കാസ്റ്റും അതുപോലെ ക്ലാസും. അപ്പൊ ഇതിന് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാം, ഡിഫറൻസ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കാം നമുക്ക് കീ പോയിന്റ്സുകള്. എ ക്ലാസ് ഇസ് എ ഡിഫൈൻ ഇൻ എക്കണോമിക് ടേംസ്. അപ്പം എന്തിന്റെ ബേസിലാണ് നമ്മുടെ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? എക്കണോമിക് ടേംസിലാണ്. ഡിഫൈൻ ഇൻ എക്കണോമിക് ടേംസ്. എക്കണോമിക് ടേംസിന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് നമ്മളെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ? കാസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ റിലീജിയൻ അൺലൈക്ക് ക്ലാസ്. അപ്പൊ എന്നാല് കാസ്റ്റോ റിലീജിയന്റെ ബേസിലാണ്. ക്ലാസ് എക്കണോമിക് ടേംസിലാണെങ്കിൽ കാസ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നത്, ബേസ് ചെയ്യുന്നത് റിലീജിയൻ ആണ്, അൺലൈക്ക് ക്ലാസ്. ക്ലിയർ? ഒന്ന് എക്കണോമിക് ടേംസ് ആണ്, മറ്റൊന്ന് റിലീജിയൻ ബേസ് ആണ്. എന്നാൽ എ ക്ലാസ് ഈസ് അച്ചീവ്ഡ്. ക്ലാസ് എന്താണ്? അച്ചീവ് ചെയ്തെടുക്കുന്നതാണ്. നമ്മള് അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് ക്ലാസ്. നമ്മുടെ പദവി, നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ വെൽത്ത് കൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന നമ്മളൊരു പൊസിഷൻ ഉണ്ട്. ആ ഒരു പൊസിഷനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്നാൽ കാസ്റ്റോ അസ്ക്രൈബ് ആണ്. അത് നമ്മൾ ജനിക്കുന്നത് മൂലം, ജനനം ഏത് വർഗത്തിലാണ് അതുകൊണ്ട് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ തീരുമാനിക്കുകയാണ് നമ്മൾ ഇന്ന കാസ്റ്റ് ആണ്. ഓക്കെ, അസ്ക്രൈബ് ആണ്. അപ്പൊ നോട്ട് ചെയ്യേണ്ട 2 പോയിന്റ്, അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് ആണ്. അച്ചീവ് എന്നാൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ് ക്ലാസ്. എന്നാൽ കാസ്റ്റ് എന്ന് പറയുന്നതോ അസ്ക്രൈബ്ഡ് ബൈ ബർത്ത്. നമ്മൾ ജനിക്കും, ഒരു ഒരു വീട്ടില്, ഒരു ഫാമിലിയിൽ ജനിക്കുകയാണ്. ആ ഫാമിലി ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഏത് കാസ്റ്റിലാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഫാമിലി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതും. അപ്പൊ അത് ജനനം പോലെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ബൈ ബർത്ത് ആണ്.
എന്നാൽ അച്ചീവ്ഡ് ആണ് നമ്മുടെ ക്ലാസ്. നമുക്ക് നമ്മുടെ ശക്തിയും നമ്മുടെ ഹെൽത്തും കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ക്ലാസ് എന്താണെന്നും കാസ്റ്റ് എന്താണെന്നും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What arguments would you choose to clarify that socialization plays an important role in personality development of individual? അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അപ്പം നമ്മളോട് സോഷ്യലൈസേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയില്, വ്യക്തിത്വ വികാസത്തില് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് സാധൂകരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഏത് രീതിയിലാവണം എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ട്. അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്നാണ് ചോദിച്ചത്. ആ കാര്യത്തെ ഒന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആ ആർഗ്യുമെന്റിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുക. ക്ലിയർ? നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെ തന്നെയായിരിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു പോയിന്റ് ആയിട്ട്. The process of socialization helps the child to internalize the affection, emotion, values, sentiments through his interaction with the parents and the sibling. അപ്പൊ നമ്മുടെ ജനനം മുതൽ നമ്മുടെ ഫാമിലി ആണല്ലേ നമ്മുടെ പ്രൈമറി ഏജന്റ്. അപ്പൊ ഈ ഫാമിലിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യണം, ആളുകളോട് എങ്ങനെ സംസാരിക്കണം, അതുപോലെ ഓരോരുത്തരോട് ഇടപെടുന്ന രീതി എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ ഈ ഫാമിലി മെമ്പേഴ്സിനും അതിലെ പാരന്റ്സിനും സിബ്ലിങ്സിനും ഒക്കെ ഈ സോഷ്യലൈസേഷന് ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ക്ലിയർ? Then in the process the child learn to perform different roles and occupy a corresponding status and set of rights and duties. അപ്പോൾ ഈ സോഷ്യലൈസേഷന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒബേ ചെയ്യാൻ, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി മാറും. അതുമൂലം നമ്മുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ആവും. ക്ലിയർ? നെക്സ്റ്റ്, the number and the nature of roles increase when the individual interact with the peer groups, teachers in the school, and he then slowly identify himself with the community and society at large. അപ്പോൾ ജനിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും പ്രൈമറി ഏജന്റ് ആയിട്ട് കാണുന്നത് ആരെയാണ്? നമ്മുടെ ഫാമിലിയാണ്. അതിനുശേഷം കുട്ടി വലുതായി എന്നിട്ട് എന്ത് ചെയ്യും? പിയർ ഗ്രൂപ്പ്സ് ആയിട്ട്, അതേ സമപ്രായക്കാരായിട്ട് ഇടപെടുന്നുണ്ട്. പിന്നെ സ്കൂളുകളിലേക്ക് എത്തുന്നുണ്ട്. സ്കൂളുകളിലെ സ്റ്റുഡൻസുമായിട്ട്, അവരുടെ ഫ്രണ്ട്സുമായിട്ട്, ടീച്ചേഴ്സുമായിട്ട് അവിടെയൊക്കെ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു സാമൂഹ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സമപ്രായക്കാരെ കൂടെ നിൽക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ടീച്ചേഴ്സ് സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷനും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് പഠിക്കുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യവൽക്കരണത്തിന്റെ, നമ്മുടെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എല്ലാം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതില് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചുരുക്കി എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ ഇത്രയും പോയിന്റുകളെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 4th ക്വസ്റ്റ്യൻ ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th one, distinguish between formal and informal means of social control. അപ്പൊ സമൂഹത്തില് ഒരുപാട് രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ, ഈ സോഷ്യൽ കൺട്രോളിനെ ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്നും ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ക്ലിയർ? അപ്പൊ നമ്മുടെ ഈ ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെ
ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിനെയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ സോഷ്യൽ കൺട്രോൾ ഇസ് എ സ്പെസിഫിക് ടു ദ ഗ്രൂപ്പ് ഓർ ദ സൊസൈറ്റി ഇൻ വിച്ച് ഇസ് എക്സൈസ്ഡ്. Beside family, informal social control is also exercised by other social institutions such as neighborhood, kin, groups, clan and village. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മേഖലയിലും നമ്മൾ സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം? അല്ലെ എങ്ങനെയായിരിക്കും? നിയന്ത്രിക്കാൻ ആരുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാന്ന് വിചാരിച്ചാല്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ നിയന്ത്രണങ്ങളെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് പല രീതിയിലുണ്ട്. ഔപചാരികമായതുകൊണ്ട് അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ളതുകൊണ്ട്. ആ രണ്ടെണ്ണമാണ് ഈ പറഞ്ഞ ഫോർമലും ഇൻഫോർമലും. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇൻഫോർമൽ മീൻസ്. ഏതൊക്കെയാണ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്ക് വേസ്, മോസ്, കസ്റ്റംസ്. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. ഇപ്പൊ ഇൻഫോർമൽ മീൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോക്ക് വേസ് ആർ കസ്റ്റമറി നോംസ് ടു വിച്ച് ഇൻഡിവിജ്വൽ കൺഫോംസ്. അപ്പൊ ഈ പോയിന്റുകൾ ഫോക്ക് വേസ് ആയിക്കോട്ടെ, മോർസുകൾ, വാല്യൂസ്, അതുപോലെ കസ്റ്റംസ്, ഏത് രീതിയാണ് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഫോർമലാണ്, ഔപചാരികമായിട്ടില്ല, അനൗപചാരികമായിട്ട് നമ്മൾ പാലിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളുകളാണ്. Our mores refers to moral conduct as distinct from the customary practice of folk ways. അതുപോലെ തന്നെയാണ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ലോങ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് ഓഫ് പീപ്പിൾ വിച്ച് ഒക്കർ സ്പോണ്ടേനിയസ്ലി ബട്ട് ഗ്രാജുവലി. അപ്പം ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫോക്ക് വേസ്, മോർസ്, കസ്റ്റം, ഇതൊക്കെയാണ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിൽ പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർമൽ മീൻസ് ആണ്. ഫോർമൽ മീൻസ് പറയുമ്പോൾ അത് ഔപചാരികമായിട്ട് ചില കൺട്രോളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ വരുന്നത്? യെസ്, ലോ ഉണ്ട്, നിയമം ഉണ്ടല്ലേ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ദെൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം അത്തരം പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കാം. നമുക്ക് നോക്കാം. ലോ എന്ന് പറയുമ്പോൾ ഐഡിയൽ ബിഹേവിയറൽ നോംസ് ഓർ റൂൾസ് ബൈൻഡിങ് ഇൻ നാച്ചർ പ്രൊമുലേറ്റഡ് ബൈ സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും നിയമങ്ങൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ പാലിച്ചു പോകണം. ഓക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇമ്പാർട്ട് നോളജ്, എത്തിക്സ്, ideas, democracy, secularism, equality and national goals etc. preparing the child for social living. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ ഈ പറഞ്ഞിട്ടുള്ള നോളേജും നമ്മളെ ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ ഭാഗമാക്കുന്നതിനും സെക്യുലറിസം, മതേതരത്വം എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനും ഒരു കുട്ടി എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ആ സോഷ്യൽ ലിവിങ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് വരുന്നത്. An association designed primarily to maintain order and security, exercising universal jurisdiction within territorial boundaries by means of law, backed by force and recognized having sovereign authority. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 3 പോയിന്റുകൾ ലോ, എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ഫോർമലിനെ കുറിച്ചും ഇൻഫോർമലിനെ കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം? 3 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6th one. The institution of marriage has undergone changes in many ways. Explain the statement with example from contemporary society. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഹാസ് അണ്ടർഗോൺ ചേഞ്ചസ് ഇൻ മെനി വേസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാരേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചേഞ്ചസിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ മാരേജ് എന്ന് പറയുമ്പോഴും ഈ ഹിന്ദു മാരേജ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലേ? അപ്പം ചേഞ്ചസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതിൽ
പോളിഗമി ടു മോണോഗമി, പോളിഗമിയിൽ നിന്ന് മോണോഗമിയിലേക്കുള്ള ഒരു മാറ്റമുണ്ട്. അക്സെപ്റ്റൻസ് ഓഫ് ഇന്റർകാസ്റ്റ് ആൻഡ് മാരേജ്. അപ്പൊ ഈ പോളിഗമി എന്ന് പറയുമ്പോഴും മോണോഗമി എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് എന്താണുള്ളത്, പോളിയാൻഡ്രി, പോളിഗമി, അപ്പൊ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പോളിഗമി ടു മോണോഗമി. അപ്പോൾ ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നതിൽ നിന്ന് ഒന്നിലധികം വിവാഹം കഴിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നിലധികം വിവാഹത്തിൽ നിന്ന് വീണ്ടും ഒന്നിലേക്കുള്ള ഒരു എന്താ പറയുക മാറ്റമുണ്ട്. അത്തരത്തിൽ ഒരുപാട് പോളിഗമി, മോണോഗമി എന്ന് പറയുമ്പോൾ ഒറ്റൊന്ന്, അങ്ങനെ അത്തരത്തിൽ വിവാഹത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്സെപ്റ്റൻസ് ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ്. ഇന്റർകാസ്റ്റ് മാരേജിനൊന്നും ആദ്യം എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല, എന്നാൽ ഇപ്പൊ അതെന്തായി, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് സ്പൗസ് അണ്ടർഗോയിങ് ചേഞ്ചസ്. അപ്പൊ നമ്മുടെ സ്പൗസിനെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാനാ കിട്ടുകയാണ് അല്ലെ. അപ്പൊ പ്രോസസ് സെലക്ഷൻ സ്പൗസ് അണ്ടർഗോയിങ് ചേഞ്ചസ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്പൗസിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രോസസ്സിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിഡോ റീമാരേജ് പെർമിറ്റഡ്. അപ്പോൾ ഈ വിധവകളായിട്ടുള്ള, ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീടും റീമാരേജ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് ഡൗറി. ഈ ഡൗറി എന്ന് പറയുമ്പോൾ സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹത്തിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ത്രീധനം കൊടുക്കേണ്ടതില്ല. ഈ സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു നിയമമായിട്ട്, തെറ്റായിട്ടുള്ള ഒരു ആചാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു നിയമമായിട്ട് വന്നിട്ടുണ്ട്. ഏജ് ഓഫ് മാരേജ് ആൻഡ് അതർ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ഹിന്ദു മാരേജ് ആക്ട്. അപ്പൊ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവും അതുപോലെ മുസ്ലിംസിന്റെ മാരേജ് ആക്ട് പ്രകാരമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹ പ്രായം എന്ന് പറയുന്നത് അതൊരു പർട്ടിക്കുലർ നമ്പറിലേക്കാക്കി മാറ്റി എന്നുള്ളത് മറ്റൊരു ചേഞ്ച് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഹാസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ. അപ്പൊ നമ്മളിവിടെ രണ്ട് പേഴ്സൺസ് ആരൊക്കെയാണ്, കാൾ മാർക്സും ഉണ്ട്, മാക്സ് വെബറും ഉണ്ട്. ഈ രണ്ട് ആളുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ രീതിയിൽ രണ്ടുപേരും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. താരതമ്യം ചെയ്യും. കമ്പാരിസൺ ബിറ്റ്വീൻ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് അവരെന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ആരെ നോക്കാം, കാൾ മാർക്സിനെ നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് 2-3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാർക്ക് അനുസരിച്ച് എത്ര പോയിന്റുകൾ എഴുതണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ മിനിമം ഒരു 2 പോയിന്റെങ്കിലും ഒരാളെ കുറിച്ച് വേണം, അതുപോലെ അപ്പുറത്തും ഒരു 2 പോയിന്റെങ്കിലും വേണം. ക്ലിയർ? കാൾ മാർക്സ് എന്ന് പറയുന്നത് class 2 mutually opposed or contrary social groups based on ownership of means of production. അപ്പോൾ ക്ലാസ് 2 മ്യൂച്വലി ഓപ്പോസ്ഡ് ആൻഡ് കോൺട്രറി സോഷ്യൽ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് കൺട്രോൾ, ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൂളിംഗ് ക്ലാസ് വേഴ്സസ് സർവീസ് ക്ലാസ്, റൂളിംഗ് ക്ലാസ് വേഴ്സസ് സർവീസസ് ക്ലാസ്, ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ yield economic and political power. ഈ ഓണർഷിപ്പിന് എന്താണ്, ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ പറയുന്നുണ്ട്. Then political power പറയുമ്പോൾ maintain the social status by control over ideology. പിന്നെ class conflict would ultimately lead towards a communist society. അപ്പൊ ഇത്തരം പോയിന്റുകൾ ഈ പറഞ്ഞിട്ടുള്ള റൂളിംഗ് ക്ലാസ് വേഴ്സസ് സർവീസ് ക്ലാസ്, പൊളിറ്റിക്കൽ പവർ, ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ കാൾ മാർക്സിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ഇത്തരം പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റത് നമ്മുടെ സെക്കൻഡ് പേഴ്സൺ മാക്സ് വെബർ ആണ്. ഓക്കെ, മാക്സ് വെബർ ബിസൈഡ് ക്ലാസ്, സ്റ്റേറ്റസ് ആൻഡ് പവർ ആർ 2 other forms of stratification. അപ്പോൾ ക്ലാസ്സിന് മാത്രമാണ് നമ്മുടെ കാൾ മാർക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ ക്ലാസ്സിന് പുറമെ സ്റ്റേറ്റസ് ആൻഡ് പവറും കൂടി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ മാക്സ് വെബർ എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വിത്ത് മാർക്കറ്റ് ഇക്കോണമി, മാർക്കറ്റ് ടേക്സ് കൺട്രോൾ ഓവർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ
changes of survival of an individual, that's life chances depend upon the market situation. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ മേ നോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് മോഡേൺ സൊസൈറ്റിയിൽ. അപ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ എന്ത് മേ നോട്ട് ഗോ എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ മേ നോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് പോകില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മാക്സ് വെബർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്യാം, അവരുടെ കോൺസെപ്റ്റുകൾ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ കാൾ മാർക്സിനെ കുറിച്ച് എഴുതാം, അതുപോലെ തന്നെ മാക്സ് വെബറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 3 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് ഇത്രയാണ് നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സോഷ്യോളജിയിലെ എക്സാമിന് 7 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്, 7ഓളം ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആണ് 5 മാർക്കിന്റെ 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാൻ, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഡിസ്ക്രൈബ് why indebtedness persists among OBCs. അപ്പൊ ഈ OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊക്കെ നേരിടുന്നത്? അപ്പൊ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇതുമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് 5 മാർക്ക് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല എലാബറേറ്റ് ചെയ്തിട്ട് ഒരു എസ്സേ എഴുതാൻ സാധിക്കും. ക്ലിയർ? പ്രോബ്ലംസ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ് എമംഗ് OBCs. മെജോറിറ്റി ഓഫ് ദ OBCs ആർ പുവർ. അപ്പൊ അവരുടെ പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ മെജോറിറ്റി ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകളും എന്താണ്? പൂറാണ്. പാവപ്പെട്ട, താഴേക്കിടയില്ല, ഒന്നുമില്ലാത്ത ഒരു ജനവിഭാഗമാണ് നമ്മുടെ OBCയിലുള്ളത്. They are not in a position to meet their various needs such as marriage of daughter, death ritual and community feast from their income. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റാത്ത, നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് നമ്മുടെ ഈ OBC കാറ്റഗറിയിലുള്ളത്. അവരുടെ മകളുടെ കല്യാണം, അതുപോലെ തന്നെ എന്തെങ്കിലും സെറിമണികൾ നടത്താനും, അതുപോലെ തന്നെ വേണ്ടത്ര രീതിയിൽ എന്ത് കിട്ടുന്നില്ല, ഇൻകം കിട്ടുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ OBC വിഭാഗം ആളുകൾ നേരിടുന്നുണ്ട്. They have to take heavy interest on loan from the landowners or money lenders. അപ്പൊ ഇവര് എന്ത് ചെയ്യാം? അവർക്ക് ഇങ്ങനെ ഒന്നിനും പൈസ ഇല്ലാതെ വരുമ്പോൾ ഈ ലാൻഡ് ഓണേഴ്സിനും മണി ലെൻഡേഴ്സിൽ നിന്നൊക്കെ ക്യാഷ് കടം വാങ്ങിയും അത് പിന്നീട് തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയും അല്ലെങ്കിൽ തിരിച്ചടക്കുന്ന സ്ഥിതിശേഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ഇത്തരത്തില് ഇൻഡെപ്റ്റഡ്നെസ് ഓഫ് പെർസിസ്റ്റന്റ് OBCs എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോയിന്റുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ് വൈസ് എഴുതിയാണെങ്കിൽ മാത്രമേ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ മെയിൻ പോയിന്റ്സുകൾ 2-3 കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കാം. ക്ലിയർ? Then next question ആണ് discuss how the population explosion has created numerous social economic problems. അപ്പോൾ എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, എന്താണ് ഈ പറഞ്ഞില്ല, പോപ്പുലേഷൻ ജനസംഖ്യാ വിസ്ഫോടനം ഹാസ് ക്രിയേറ്റ് ന്യൂമറസ് സോഷ്യൽ എക്കണോമിക് പ്രോബ്ലം. ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യാണ്? ദിനം പ്രതി നമ്മുടെ സമൂഹത്തിൽ ആളുകൾ തിങ്ങി പാർക്കാൻ തുടങ്ങുകയാണ്, ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അപ്പൊ അത്തരത്തില് സോഷ്യൽ എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണുള്ളത്? ആ പ്രോബ്ലംസ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ പ്രോബ്ലംസ് എന്താക്കിയാണെന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യുക, എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് പോവർട്ടിയാണ്, ദാരിദ്ര്യം. ദെൻ ലാക്ക് ഓഫ് ഷെൽട്ടർ. അപ്പൊ ഇവരെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടിക്കഴിഞ്ഞാല് എന്തായിരിക്കും? ഭക്ഷണം ഉണ്ടായിരിക്കുമോ? ഇല്ല, പോവർട്ടിയിലേക്ക് പോകും. പിന്നെ ലാക്ക് ഓഫ് ഷെൽട്ടർ, അവർക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവുമോ? അതുമില്ല. ലാൻഡ്ലെസ്നെസ്, അപ്പൊ അവർക്ക് എന്തുണ്ടാവില്ല? ഭൂമി ഉണ്ടാവില്ല, വീട് നിൽക്കാൻ വേണ്ടിയില്ല, ഭൂമി ഉണ്ടാവില്ല. ഇല്ലിറ്ററസി, നിരക്ഷരരായി മാറും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലുണ്ടാവില്ല.
തൊഴിലില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് കിട്ടാതെ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അണ്ടർ ന്യൂട്രീഷ്മെന്റ്. അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ്? നെയിം എനി 5 പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദെയർ പോവർട്ടി. അപ്പൊ ആരെയാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇവർ നേരിടുന്ന ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള 5 പ്രോബ്ലംസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 5 പ്രോബ്ലംസിന് നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. ക്ലിയർ? അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഹു ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ആരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് നമ്മൾ എഴുതണം. പിന്നെ നെയിം എനി 5 പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദെയർ പോവർട്ടി. അപ്പൊ അവരുടെ ദാരിദ്ര്യത്തിന് കാരണമായിട്ടുള്ള 5 പ്രശ്നങ്ങളെ കുറിച്ചും 5 പ്രോബ്ലംസിനെ കുറിച്ചും നമ്മൾ എഴുതാം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലരും തെറ്റിക്കുന്നതാണ്. നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഹു ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നെയിം 5 പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദെയർ പോവർട്ടി. അപ്പൊ വേഗം നമ്മൾ എഴുതി പോകുമ്പോൾ 5 പ്രോബ്ലംസ് മാത്രം എഴുതി പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ ദോസ് കാസ്റ്റ് വിച്ച് ആർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഇൻ ദ ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം. ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 5 പ്രോബ്ലംസിലെ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലംസ് അറൈസിംഗ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി. എന്താണ്? തൊട്ടുകൂടായ്മ. ഇപ്പൊ പഴയ കാലത്തൊക്കെ ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം നേരിട്ട ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത്. നോ ഫിസിക്കൽ കോണ്ടാക്ട്, ബാൻ ഓൺ യൂസ് ഓഫ് കോമൺ വെൽസ് ആൻഡ് ടാങ്ക്. അപ്പൊ പൊതുകുളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല? വെള്ളം മുക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ടാങ്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പ്രൊഹിബിറ്റഡ് എൻറ്ററിങ് ടെമ്പിൾ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിലേക്ക് ഇവർക്ക് എന്തായിരുന്നു? അവർക്ക് കയറാൻ പാടില്ല എന്നുള്ള നിയമമായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഓൺ യൂസ് ഓഫ് സർവീസ് ഓഫ് അതർ ഓക്യുപ്പേഷണൽ കാസ്റ്റ്. മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. നോൺ അക്സെപ്റ്റൻസ് ഓഫ് കുക്ക്ഡ് ഫുഡ്. പത്രത്തിലുള്ള കുക്ക്ഡ് ഫുഡിന്റെ നോൺ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഈ അൺടച്ചബിലിറ്റി എന്ന വിഭാഗത്തില് നമ്മുടെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ആളുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലം അറൈസിംഗ് ഔട്ട് ഓഫ് പോവർട്ടി. എന്തൊക്കെയാ വരുന്നത്? മെറ്റീരിയൽ ഡിപ്രിവിയേഷൻ, ലാൻഡ്ലെസ്നെസ്. അപ്പൊ ഭൂമി ഉണ്ടാവില്ല വീട് വെക്കാൻ വേണ്ടിയിട്ട്. എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്ന വിഭാഗമാണ്. ഇൻഡെപ്റ്റ്നെസ് ആൻഡ് ബോണ്ടഡ് ലേബർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അട്രോസിറ്റി. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങള് നമ്മുടെ നേരിട്ടിട്ടുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 പ്രോബ്ലംസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലായിട്ട് നമ്മൾ പറയേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ആഫ്റ്റർ 7 decades ഓഫ് ഇൻഡിപെൻഡൻസ്, gender discrimination is still found in political institutions. Explain the statement with the suitable arguments എന്നാ ചോദിച്ചത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും ഡിക്കേഡ്സ് കഴിഞ്ഞു. അപ്പം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് സ്റ്റിൽ ഫൗണ്ട് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴും എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഈ ലിംഗവിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട്. അപ്പം എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ ആർഗ്യുമെന്റ്സ്. അപ്പോൾ കൃത്യമായിട്ട് കുറച്ച് ആർഗ്യുമെന്റ്സോട് കൂടി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? Politics is still considered as unsuitable for women because it is perceived that they have no experience of handling power. Okay, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുകയും പുരുഷന്മാർക്ക് മാത്രമേ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ആ ഒരു പാർട്ടിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്.
അപ്പൊ സ്ത്രീകൾ എപ്പോഴും എന്താ രണ്ടാം തരത്തില്, അവരെ രണ്ടാം സ്ഥാനത്തേക്ക് മാത്രം മാറ്റി നിർത്തുകയാണ്. Men are not prepared to accept the idea of sharing power with women. അപ്പൊ അവർക്ക് എന്താ അറിയില്ല നമ്മുടെ സ്ത്രീകളായിട്ട് എങ്ങനെ ഐഡിയ ഷെയർ ചെയ്തിട്ട് നമ്മുടെ പാർട്ടിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മെന്നിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യം നമുക്ക് ഇതിലെ പോയിന്റ് ആക്കി എഴുതാൻ സാധിക്കും. വുമൺ സ്റ്റിൽ കണ്ടിന്യൂ ടു ബി കൺസിഡേർഡ് അൺഫിറ്റ് ഫോർ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പൊസിഷൻ. അപ്പൊ ഈ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പൊസിഷനിൽ നിൽക്കുന്നതിന് വുമൺ അൺഫിറ്റ് ആണ് എന്നുള്ള ധാരണയാണ് ആർക്കുള്ളത്? നമ്മുടെ മെന്നിനുള്ളത്. പിന്നെ വുമൺസ് റിസർവേഷൻ ബിൽ ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ഫോർ അപ്രൂവൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വുമൻസിന് വേണ്ടിയുള്ള റിസർവേഷൻ ബില്ലുകളൊക്കെ എന്ത് ചെയ്യാന് പാസ്സാക്കുന്നതിന് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും പെൻഡിങ് ആയിട്ട് നിർത്തുകയാണ്. അപ്പൊ അതൊന്നും സാധ്യമാക്കാതെ എപ്പോഴും എന്ത് ചെയ്യണം, പുരുഷന് മാത്രം മേധാവിത്വം, അവരെ കൊണ്ട് എല്ലാം സാധിക്കുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പൊ ഈ റൂൾസും റെഗുലേഷനും എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ അതിനെ കുറിച്ചൊരു ബോധ്യം ഇല്ലാത്തതും ഇത്തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജെൻഡർ ഇക്വാലിറ്റി? ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്നാ ചോദിച്ചത്? അപ്പൊ അവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നോട്ട് ചെയ്യണം. വാട്ട് ഈസ് ജെൻഡർ ഇക്വാലിറ്റി? ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി? സമൂഹത്തിലെ സ്ത്രീക്കും പുരുഷനും എന്താണ് ഇക്വാലിറ്റി വേണം, ഈക്വൽ ആണ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ശേഷം ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഇൻ ദ ഫാമിലി? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ചോദിച്ചത്. അപ്പം അതിന് ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ജെൻഡർ ഇക്വാലിറ്റി refers to the situation or condition in which men and women receive equal treatment in all social institutions. It could be achieved in the family by means of ഏതൊക്കെയാണ്? റിമൂവൽ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഇനീക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. അപ്പൊ ഈ മെന്നും വുമണും തമ്മിൽ എന്തെങ്കിലും ഇനീക്വാലിറ്റികൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇനീക്വാലിറ്റികൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. വുമണിന് മാത്രം എന്താ ഇക്വാലിറ്റി ഇല്ലായ്മയും എന്താ പുരുഷൻ എപ്പോഴും മുൻപന്തിയിൽ കാണുന്ന ആ ഒരു രീതി എന്ത് ചെയ്യണം? മാറ്റി നിർത്തപ്പെടണം. Having freedom to exercise the choices to do or not to do certain jobs. അപ്പം സ്ത്രീ കൊണ്ട് പറ്റില്ല, പുരുഷനത് പറ്റും എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, അതും മാറ്റിയെടുക്കണം. മ്യൂച്വൽ റെസ്പെക്ട്, രണ്ടാൾക്കും ഒരു പരസ്പര വിശ്വാസം, റെസ്പെക്ട് വേണം. നൈദർ വുമൺ ഫീൽ ഇൻഫീരിയർ നോർ മെൻ സുപ്പീരിയർ. അപ്പോഴും എന്താണ്, മെൻ ആണ് സുപ്പീരിയർ, വുമൺ എപ്പോഴും ഇൻഫീരിയർ ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണ അത് മാറ്റണം. അത് മാറ്റിട്ട് മ്യൂച്വൽ റെസ്പെക്ടോട് കൂടി രണ്ടുപേരും സുപ്പീരിയർ ആണെന്ന രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കണം. ഡ്യുവൽ പാരന്റിങ്, ദാറ്റ് ഈസ് ബോത്ത് പാരന്റ്സ് ഷുഡ് ടേക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ എ ചൈൽഡ് റിയറിംഗ്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു കുട്ടി എന്ന് പറയുന്നത് അവരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിട്ടുള്ളതാണ്, അച്ഛനും അമ്മയ്ക്കാണ്. പക്ഷെ അതിന്റെ ഫുൾ ചുമതല എന്ന് പറയുന്നത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ നമുക്ക് ജെൻഡർ എന്താണ് ഇക്വാലിറ്റി ഇല്ലാത്തതായിട്ട് കാണാം. അപ്പൊ പാരന്റിനും സെയിം റോൾ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ രണ്ടുപേരും എന്ത് ചെയ്യണം, ആ കുട്ടിയെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം പോയിന്റുകളൊക്കെ നമ്മൾ എക്സാമ്പിൾ കൂടി ആഡ് ചെയ്തിട്ട് ഇതിന് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സോഷ്യോളജിയുടെ എക്സാം നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ സാധ്യതയുള്ള മേഖലകളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.